ഗ്ലോസ്റ്ററിൻ്റെ ഒരു അവസ്ഥ അറിയാമല്ലോ, നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള കഥകളൊക്കെ അറിയാം. അതുപോലെ ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ടായാൽ പോലും അത് വണ്ടിയെ ബാധിക്കും. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആണ്. കൊടുത്ത് വണ്ടി വാങ്ങിയിട്ട് റോഡിൽ നിന്ന് പുറത്തിറങ്ങുന്ന കാര്യം സംശയമാണ്. പക്ഷേ എൻ്റെ ഡിഫറൻസ് ലോക്ക് ചെയ്യണം. ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഡബിൾ വിഷ് ബോൺ ആണ്. 2 വിഷ് ബോണും പൊങ്ങി നിൽക്കുന്ന വീലേ കറങ്ങുള്ളൂ. ചളിയിൽ പൂണ്ടാൽ നമസ്കാരം, ഡൽഹിയിലാണ്. സാധാരണ വണ്ടി ലോഞ്ച് അല്ലെങ്കിൽ അങ്ങനെ ഇവൻറ്റിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷോർട്സോ അല്ലെങ്കിൽ റീലോ ഇട്ടിട്ട് ഒഴിവാക്കുക ചെയ്യാറ്. കാരണം ഒരു തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചാനലിൻ്റെ ഒരു സ്വഭാവം അല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ലോഞ്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടി നിന്നു വണ്ടി കാണാനും വണ്ടിയുടെ ഒരു പെർഫോമൻസ് അറിയാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വണ്ടി പേര് മാറ്റിയിട്ട് രൂപം ചെറുതായിട്ട് മാറിയിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരാന്ന് പറയുമ്പോൾ ശരിക്കും ഉണ്ടായിരുന്ന വണ്ടി തന്നെയാണ്. ആ വണ്ടിയുടെ പുതിയ ഫേസ് ലിഫ്റ്റിന് ഒരു പേരും കൂടി മാറ്റി കൊടുത്തു എന്നുള്ളതാണ്. ഞാൻ സംസാരിക്കുന്നത് MG ഗ്ലോസ്റ്റർ എന്നുള്ള വണ്ടിയെക്കുറിച്ചാണ്. MG ഗ്ലോസ്റ്റർ കേരളത്തിൽ നമുക്ക് അധികം കാണാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും നമുക്ക് വണ്ടി കാണാം. എന്തായാലും അതിന് പല കാരണങ്ങളുണ്ട്, അതിനകത്തേക്ക് നമ്മൾ പോകുന്നില്ല. ഓക്കെ, MG ഗ്ലോസ്റ്ററിൻ്റെ ഫേസ് ലിഫ്റ്റ് പുതിയൊരു പേരിലാണ് വരുന്നത്. അത് മജസ്റ്റർ എന്നാണ്. അവരതിൻ്റെ ഒരു വരവ് അറിയിച്ചത് കുറച്ചധികം ക്യാപ്പബിലിറ്റീസ് ഉണ്ട് വണ്ടിക്ക് എന്ന് പറഞ്ഞോണ്ടാണ്. ഇപ്പോൾ ലോഞ്ച് ഇവൻ്റ് എന്ന് പറയുന്നത് സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഓഫ് റോഡിൻ്റെ ഒരു വലിയ ഒരു സ്റ്റണ്ടൊക്കെ കാണിച്ചിട്ടാണ്. ഓക്കെ, 3 ഡിഫറൻറ്റ് ലോക്കുകളെന്ന് ഞാൻ പറയാം. അപ്പോൾ ആ ഒരു ലോക്കുകളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക്, അഡാസ് ലെവൽ 2 ഉള്ള വണ്ടി എന്ന നിലയ്ക്ക് എന്തെങ്കിലും പ്രൈസ് അവർ പറഞ്ഞിട്ടില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഫോർച്യൂണറിനെ പിടിക്കാനുള്ളൊരു പ്രൈസിങ് ആയിരിക്കുമെന്നാണ്. എന്തായാലും ആ വണ്ടി കാണാനുള്ളൊരു വരവാണ് ഇന്നലെ ഉണ്ടായത്. ലോഞ്ച് കഴിഞ്ഞു. അപ്പോൾ പോയി കിടന്നുറങ്ങി ഭക്ഷണമൊക്കെ വെച്ച് രാവിലെ വന്നൊക്കെയാണ് വീണ്ടും വണ്ടി കാണാനായിട്ട്. ഇന്ന് MG ഗ്ലോസ്റ്റർ എന്ന MG മജസ്റ്ററിൻ്റെ, അതായത് ഗ്ലോസ്റ്റർ മാറി മജസ്റ്ററായി. അപ്പോൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാണ്. അങ്ങനെയല്ല, പുതിയ വീഞ്ഞ് തന്നെയാണ് പുതിയ കുപ്പിയും. ഓക്കെ, അങ്ങനെ പറയാം. ഇതാണ് MGയുടെ മജസ്റ്റർ. അതിൻ്റെ മുൻവശം നോക്കിയേ, ഒരു വലിയ വണ്ടി എന്നുള്ള ഫീൽ നമുക്ക് ഏത് വശത്ത് നോക്കിയാലും കാണാൻ പറ്റുന്നു, അറിയാൻ പറ്റുന്നതാണ് ഒരു പ്രത്യേകത. ഇതിൻ്റെ ഗ്രില്ല് വലിയ ഗ്രില്ലാണ്, ചെറിയ ചെറിയ ഇൻസേർട്ടുകളുണ്ട്. ആ ലൈറ്റ് എന്ന് പറയുന്നത് ബമ്പറിലേക്ക് മാറി, മുകളിൽ DRL, താഴെ ആ സ്കിഡ് പ്ലേറ്റ്, പിന്നെ അഡാസിൻ്റെ റഡാറ്, ക്യാമറ, മോറിസ് ഗ്യാരേജ് എന്നുള്ള ലെറ്ററിംഗ് ഒക്കെ ആ ബോണറ്റിലും അല്ലെങ്കിൽ ഗ്ലാസ്സിലുമൊക്കെ നമുക്ക് ഗ്ലോസ്റ്ററിൻ്റെ സാമ്യം കാണാം. അതായത് ബോഡി ഷെല്ലിൽ മാറ്റങ്ങൾ കാര്യമായിട്ടുണ്ടായിട്ടുണ്ടോ വെച്ചാൽ മുന്നിലും പിന്നിലുമാണെന്ന് പറയാം. ഓക്കെ, വലിയ വണ്ടിയാണ്, അതിൽ സംശയമൊന്നുമില്ല. വശങ്ങളിലേക്ക് നോക്കിയാൽ നമുക്കിവിടെ ആ ഒരു സൈഡ് പ്രൊഫൈലിൽ ഗ്ലോസ്റ്ററുമായിട്ടുള്ള സാമ്യം എവിഡൻ്റ് ആണ്. ഓക്കെ, ഇത് ഗ്ലോസ്റ്ററാണ് ആക്ച്വലി. ഓക്കെ, ഗ്ലോസ്റ്ററിൻ്റെ പേര് മാറി മജസ്റ്ററായി. ശരി, ഇനി ഇവിടെ വന്ന മാറ്റമായിട്ട് പറയുമ്പോൾ വലിയ മാറ്റം എന്ന് പറയുന്നത് ഈ 19 ഇഞ്ച് വീലാണ്. ഈ വീലിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, പറഞ്ഞാൽ മതി. 265, 55, R19 സ്റ്റെപ്പ് ഉണ്ട്, ക്ലാഡിംഗ് ഉണ്ട്. ഓക്കെ, ഒരു SUV ആണെന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഇതൊരു SUV ആണെന്ന രൂപത്തിൽ മനസ്സിലാവുന്നുണ്ട്. വലിയ മിററാണ്. മിറർ ശരിക്കും മാറിയിട്ടോ. പിന്നെ ഡോർ ഹാൻഡ്സൊക്കെ കണ്ടോ? ഈ ഡോർ ഹാൻഡിലേ ഫ്ലഷ് ഹാൻഡിലാക്കാൻ ഇപ്പോൾ ചൈന സമ്മതിക്കുന്നില്ല. കാരണം അവിടെ ഒരു അപകടം ഉണ്ടായപ്പോൾ തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരത് നിരോധിച്ചു. ഓക്കെ, പിന്നെ പിൻവശത്ത് മോറിസ് ഗ്യാരേജസ് മജസ്റ്റർ എന്നുള്ള ആ ഒരു കാര്യങ്ങൾ കാണാൻ പറ്റുക. ഓക്കെ, ഗ്ലാസ് എല്ലാം ഗ്ലോസ്റ്ററിൻ്റെ പോലെ തന്നെയാണ്. പിന്നെ താഴെ വലിയ ബമ്പറുണ്ട്. ഈ എക്സ്ട്രാ ഫിറ്റിങ്സിലേക്ക് നോക്കണ്ട, അത് വണ്ടി ഇവിടെ കാണിക്കാൻ വേണ്ടി കൊണ്ട് വെച്ചേക്കുന്നതാണ്. പഴയ മാരുതി 800 ബമ്പർ പോലൊരു ബ്ലാക്ക് പീസ് കേട്ടോ. പിന്നെ ഇവിടെ ടോ ഹുക്കിനുള്ള ഓപ്പണിംഗ് ഉണ്ട്. ടോ ഹുക്ക് അല്ല അത്, അതായത് ട്രെയിലർ ഹുക്കാണ്. നമുക്ക് ഇന്ത്യയിൽ അലൗഡ് അല്ലെങ്കിലും 4 വീൽ ഡ്രൈവ് ആണത്. ലൈറ്റ് കണക്ട് ചെയ്തു. അതൊക്കെ പുതിയ വണ്ടിയുടെ കാര്യങ്ങളായിട്ട് പറയാം. 2 എക്സോസ് പൈപ്പുകളുണ്ട്, അല്ലെങ്കിൽ 2 എക്സോസ് പൈപ്പുകളുടെ ഓപ്പണിംഗ് ഉണ്ട്, 2 എക്സോസ് പൈപ്പും ഉണ്ട്. ഇനി ഈ ബൂട്ട് നമുക്ക് തുറക്കാം. ഈ പവർ ടെയിൽ ഗേറ്റേ എല്ലാ സീറ്റും കമത്തിയിട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പേസ് ആണെന്നാണ് പറയുന്നത്. 1000 ലിറ്ററിന് പുറത്താണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇതൊക്കെ പൊക്കി വയ്ക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം ഒരു സ്പേസൊക്കെ കാണാം. സബ് വൂഫർ ഉണ്ട്, അവിടെ ചാർജിങ് പോർട്ട് ഉണ്ട്. ദേ ഇവിടെ ഇത് അടയ്ക്കാനുള്ള ബട്ടണുണ്ട്. ഈ ഡോർ ഇങ്ങനെ തുറന്നിട്ട് ഈ ഡോർ പാഡിൻ്റെ ഉള്ളിൽ ഈ കാർബൺ ഫൈബറിൻ്റെ ഗ്ലോസി ഫിനിഷ് പോലുള്ള ഫേക്ക് ആയിട്ടുള്ള ഇൻസെർട്ട് കണ്ടപ്പോൾ എനിക്കൊരു പ്രീമിയം ഫീലൊക്കെ തോന്നി. ആ പ്രീമിയം ഫീൽ ഈ ബട്ടൺസിലുമുണ്ട്. മെഴ്സീഡീസിൻ്റെ സാമ്യമുള്ള ബട്ടൺസാണെന്ന് പറയാം. പിന്നെ ഫ്യൂൽ ഓപ്പണിംഗ് ഇവിടെയാണ്. വലിയ ഹോൾഡേഴ്സ് ഉണ്ട്. ഇതാ ഒരു ഹാൻഡിലുണ്ട്. ഹാൻഡിൽ വലിയ ഹാൻഡിലാണ്. ഇവിടെ സ്പീക്കർ ഉണ്ട്. ഇത് ലോക്ക് അൺലോക്ക് ബട്ടണാണ്. ഓക്കെ, ഡാഷ്ബോർഡ് ഗ്ലോസ്റ്റർ എന്ന് ശരിക്കും മാറി. ആ ഡാഷ്ബോർഡിൻ്റെ നടുവിലുള്ള 2 AC വെൻറ്റുകൾ BMW M2ൻ്റെ ഗ്രില്ലിനെ ഓർമ്മിപ്പിക്കുന്നില്ലേ? സ്ക്രീൻ കണ്ടില്ലേ? പിന്നെ അതിൽ ലെതറിൻ്റെ ഇൻസേർട്ടൊക്കെ ഉണ്ട്. ഓക്കെ, വലിയ ഡാഷ്ബോർഡാണ്, വലിയ സ്റ്റിയറിംഗ് ആണ്. അതിൻ്റെ AC വെൻറ്റുകളൊക്കെ കാണാം. പിന്നെ മുകളിലായിട്ട് ആ ഒരു ഹെഡ്ലൈനർ വൈറ്റ് കളറിലാണ്. അവിടെയും ഒരു പിടിയുണ്ട്, ഇവിടെയും ഒരു പിടിയുണ്ട്. ഓക്കെ, ഇത് ഒരു വലിയ വണ്ടിയാണ്. അതിന് 4 പിടികൾ കൊടുത്തതല്ല തെളിയിക്കേണ്ടത്. ആ 4 പിടികളുമല്ല, ആ 2 വയർലെസ് ചാർജിങ് കാണാം. പിന്നെ ഇവിടെ ബട്ടൺസ് കണ്ടോ? ഇത് വലിയ ഒരു സെൻട്രൽ കൺസോളാണ്. കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, 2 ആംറസ്റ്റ്. ഈ ആംറസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇരുവശത്തേക്കും തുറക്കാമെന്നുള്ളതാണ്. അതായത് ഇങ്ങനെ പൊക്കിയിട്ടേ ഇങ്ങനെ തുറക്കാം, ഇത് അപ്പുറത്തേക്കും തുറക്കാം. കണ്ടോ? ബാൻ ഡോർ പോലുള്ള ആംറസ്റ്റാണ്. ഇതാണ് ടോപ്പ് എൻഡ് മോഡൽ. ഓക്കെ, ഇതിന് നിങ്ങൾക്ക് 3 ഡിഫ് ലോക്ക് കാണാം, സെൻട്രൽ, ഫ്രണ്ട് ആൻഡ് ബാക്ക്. ഓക്കെ, പിന്നെ ഇവിടെ ഈ ഗ്ലോ ബോക്സിൻ്റെ ഓപ്പണിംഗ് കണ്ടോ? ഇത് ചെറിയ ഗ്ലോ ബോക്സ് ആണ്. ഇത് ടോപ്പ് എൻഡ് ആണ് എന്ന് പറയാൻ ഒരാളോട് കാണിക്കാം. അതെന്ന് പറയുന്നത് ഈ കാണുന്ന പനോരമിക് സൺറൂഫ് കൂടെയാണ്. ഓക്കെ,
ഈ സെൻട്രൽ കൺസോളിൽ ഒരു ഷട്ടർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോട്ടിലൊക്കെ അടച്ചു വെക്കാം. ഇതാണ് കീ എന്ന് പറയുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കീ കാണിച്ചു, പക്ഷേ കീയുടെ കാര്യങ്ങൾ പറഞ്ഞില്ല. ഇതിൽ ബൂട്ട് ഓപ്പണിംഗ് ഉണ്ട്, അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ സാധാരണ വണ്ടി പോലെ ലോക്ക് അൺലോക്ക് ബട്ടണാണ്. ഓക്കെ, ഈ 2 വയർലെസ് ചാർജിങ്ങിന് പുറമേ 2 തട്ടുള്ള സെൻട്രൽ കൺസോളാണ്. താഴെ നിങ്ങൾക്ക് ചാർജിങ് പോർട്ടൊക്കെ കാണാം. ആ 12 വോൾട്ടൊക്കെ താഴത്തോടത്താണ് കേട്ടോ. സൺഗ്ലാസ് ഹോൾഡറിൻ്റെ പൊസിഷൻ ഇഷ്ടപ്പെട്ടു. അത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ എന്തായാലും ഹാൻഡിൽ ഡ്രൈവർക്ക് ഉണ്ടാവില്ല, അപ്പോൾ ഇത് വെച്ചാൽ നല്ലതാണ്. ഇത് ശരിക്കും നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. ഇതിൻ്റെ പാർട്ട് നമ്പർ തപ്പിക്കോ. ഈ വണ്ടി ഞാൻ ഓണാക്കാന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഓണാക്കാണ്. ഓണാക്കി കഴിയുമ്പോഴേ നമുക്ക് ആ ആനിമേഷനും കാര്യങ്ങളൊക്കെ കാണാം. ക്ലസ്റ്റർ എന്ന് പറയുന്നത് വലുതാണ്. വലിയ ക്ലസ്റ്ററിൽ MGയുടെ ലോഗോട് കൂടി ഓപ്പണായി വരുന്നത് കാണാം. എനിക്ക് ഈ ക്ലസ്റ്റർ ഇഷ്ടപ്പെട്ടു. കാണാൻ ഭംഗിയുള്ള ക്ലസ്റ്ററാണ്. അതായത് ഈ ക്ലസ്റ്ററിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 ഡയലുകളുള്ള ഒരു വ്യൂ നമുക്ക് കൊടുക്കാം എന്നുള്ളത് തന്നെയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള പറയാനുള്ളത്. ഓക്കെ, അതൊരു കാര്യമായിട്ട് പറയേണ്ട കാര്യമാണോ? നിങ്ങൾ പറയൂ. ഇത്രയും വലിയ വണ്ടിക്ക് ഇത്രയും ചെറിയ പെഡൽ, അതാണ് ബ്രേക്ക് പെഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വണ്ടിക്ക് 2 കൈൻഡ് ഓഫ് പെഡൽ. ഞാൻ നേരത്തെ കാണിച്ച വണ്ടിയുടെ കുഞ്ഞിയ പെഡലായിരുന്നു ബ്രേക്ക് പെഡൽ. ഇത് ടോപ്പ് ഉണ്ട്, ഇതിൻ്റെ വലിയ പെഡൽ. അതായത് ബ്രേക്ക് പെഡലിന് വരെ പാർട്ട് നമ്പർ മാറ്റേണ്ടതാണ് വേരിയൻ്റ് വെച്ചിട്ട്. ഇത് ബോണറ്റ് ഓപ്പണിങ്. ഇവിടെ ഓപ്പൺ ചെയ്താൽ നമുക്ക് ചെറിയ കമ്പി ഹോൾ കാണാം. ഓക്കെ, ഇതാണ് AC വെൻ്റെ ബാക്കിയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയൊക്കെ BMW ഗ്രില്ലുമായിട്ടുള്ള സാമ്യം എനിക്ക് തോന്നി. എനിക്ക് ഒരു വിയേർഡ് ടേസ്റ്റാണെന്ന് തോന്നുന്നു. എന്തോ ആവട്ടെ. ഈ ഫിസിക്കൽ ബട്ടൺസ് എല്ലാം തന്നെ നമുക്ക് നല്ല ഫീലും ഹാപ്റ്റിക്കായിട്ടുള്ള ഫീലൊക്കെ തരുന്ന ബട്ടൺസാണ്. യൂസ് ചെയ്യാൻ ഈസിയാണ്. MGയുടെ ബട്ടൺ കാണാൻ. ഇതാണ് എൻ്റെ ഒരു ഹോൺ പാഡ്. ഇതാണ് ഹോൺ എന്ന് പറയുന്നത്. SRC, ഇതാ വോയിസ് കമാൻഡ്, ആ ഫേവറേറ്റ് ബട്ടൺ. ഓക്കെ, വലിയ സ്റ്റിയറിങ്ങും അതിൻ്റെ മുകളിൽ ബട്ടൺസും കാണുന്നുണ്ട്. രസമുണ്ട്. ഈ സ്ക്രീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് റെസ്പോൺസീവ് ആയിട്ടുള്ള ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള സ്ക്രീനാണ്. MG സാധാരണ ഹെക്ടറിലൊക്കെ ചെയ്ത പോലെ വലിയൊരു സ്ക്രീൻ വെച്ചിട്ട് അതങ്ങ് വൃത്തികേടാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതും ഇത് മിനിമലാണ് എന്നുള്ളതും രസമായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. ഇവിടെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കാണാം, മ്യൂസിക്, 360 ക്യാമറ. ഈ 360 ക്യാമറ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറയാണ്. അതായത് ഒരു MG വണ്ടിയുടെ ക്യാമറ ഗുണമായിട്ട് കാണാൻ അതിൻ്റെ ക്വാളിറ്റിയാണ്. അത് നമുക്കിവിടെ കാണാം. പിന്നെ ഹോമിലേക്ക് പോയിട്ട് നമ്മൾ മെനു എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ MGയുടെ വണ്ടികൾ കാണുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ വെഹിക്കിൾ സെറ്റിംഗ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അഡാസും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീല്, ലോക്ക്, വിൻഡോ, ലാമ്പ്, അല്ലെങ്കിൽ സൈഡ് മിറർ, ആംബിയൻ ലൈറ്റ്, ആംബിയൻ ലൈറ്റ് ഒരുപാട് ആംബിയൻ ലൈറ്റ് ഉണ്ട്. ഓക്കെ, അതൊക്കെ MGയുടെ കാര്യമാണ്. റിയർ വൈപ്പറിൻ്റെ സെറ്റിംഗ്സ്. റിയർ വൈപ്പർ എന്ന് പറയുന്നത് കണ്ടോ, റിയർ വൈപ്പർ ആക്ടിവേറ്റ് വെൻ റിവേഴ്സിങ് വൈൽ റെയിൻ. ഞാനിത് നമ്മുടെ ഓൾട്ടോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെയിൽ ഗേറ്റ്, റിയർ വ്യൂ മിറർ, സീറ്റ്, കീ മെമ്മറി, വയർലെസ് ഫോൺ ചാർജിങ്, ക്ലസ്റ്റർ തീം, DPF. ഓക്കെ, ക്ലസ്റ്റർ തീം നമുക്ക് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ സിമ്പിൾ തീം, ക്ലാസിക് തീം. നമ്മൾ ക്ലാസിക് മാറ്റി സിമ്പിളാക്കി കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ മാറി. ക്ലാസിക്, സിമ്പിൾ. അത് മാറാനായിട്ട് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ക്ലാസിക് ആക്കാണ്, സിമ്പിളാക്കാണ്. നോക്കിയേ, ഡ്രൈവർ സീറ്റിനും പാസഞ്ചർ സീറ്റിനും ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറയുന്ന മോഡുകളിൽ പൾസ്, വേവ്, കാറ്റ് വാക്ക്, സിംഗിൾ, സ്മൂത്ത്, ബട്ടർഫ്ലൈ. ഓക്കെ, ഒരുപാട് ഓപ്ഷൻസിൽ മസാജ് ചെയ്യാനുള്ള ഒരു സംഗതി ഉണ്ട്. നിങ്ങൾ മസാജ് ചെയ്യാനായിട്ട് പാർലറിൽ പോകണ്ട. അത് മാത്രമല്ല, അവിടെ പോയിട്ട് റെയ്ഡ് ഉണ്ടാവില്ല, പോലീസ് പിടിക്കില്ല. ഇവിടെ ആകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഈ ഒരു ഇക്വലൈസറും കാര്യങ്ങളൊക്കെ കാണാം. അത് ഇക്വലൈസർ അല്ല അല്ലേ, ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ വോളിയമൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു ടച്ച് സ്ക്രീനുള്ളൊരു വണ്ടി. അതിൽ ഈ ഫംഗ്ഷനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് AC ബട്ടൺസ് എല്ലാം ഫിസിക്കലാണ്. കുറേ കാര്യങ്ങളൊന്നും അവർ സ്ക്രീനിലേക്ക് മാത്രം ആക്കിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ടോഗിൾസിൻ്റെ ഒരു ക്വാളിറ്റി കൊള്ളാം. ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊള്ളാം. ഈ AC വെൻറ്റ്, തനി BMW ഗ്രില്ലാണ്. സീരിയസ്ലി ഇത് 4x4 ലോയും 4x4 എച്ചുമുള്ള ഒരു പ്രോപ്പർ ട്രാൻസ്ഫർ കേസുള്ള ഒരു പ്രോപ്പർ ഓൾ വീൽ ഡ്രൈവ് ആൻഡ് 4 വീൽ ഡ്രൈവ് ആണ്. മോഡുകൾ കാണാം, ടെറൈൻ മോഡുകൾ ഒരുപാടുണ്ട്. ഈ സീറ്റുകൾ പ്ലഷ് ആയിട്ടുണ്ട്. ഇത് BYDയുടെ സീറ്റിൻ്റെ ഒരു തീമിനെ ഓർമ്മിപ്പിച്ചു. ഓക്കെ, വിടുത്ത് ഈ ഒരു വണ്ടിക്ക് കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ഇത്തിരി വിടുത്ത് കുറവാണോ സംശയമുണ്ട്. ഓക്കെ, എന്തായാലും മസാജിങ് ഉള്ള സീറ്റാണ്, ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സീറ്റാണ്. ആ സീറ്റ് ബെൽറ്റും ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇവിടെ ഇലക്ട്രിക് സീറ്റ് കണ്ടോ. സ്റ്റിയറിങ്ങിന് ഒരു ടിൽറ്റും റീച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്വിൻ ടർബോ നേരിട്ടുള്ള MGയുടെ ആ 2 ലിറ്റർ എഞ്ചിൻ കണ്ടോ. ഇതിൻ്റെ കൂടെ ZF8ൻ്റെ 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അതിൻ്റെ ട്യൂണിംഗ് ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ട്വിൻ ടർബോ ആണോ ട്വിൻ സ്ക്രോൾ ആണോ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഓക്കെ, വലിയ എഞ്ചിൻ പേയാണ്, ബോണസ് സ്റ്റാർട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് എല്ലാ സൈഡിലും വലുതാണ്. ബിഗ്ഗാണ് കേട്ടോ. അപ്പോൾ ഗ്ലോസ്റ്റർ മജസ്റ്റർ ആവുന്നു എന്നുള്ള പുതിയ വാർത്തയൊന്നുമല്ല. നമ്മൾ ഓട്ടോ എക്സ്പോയിൽ കണ്ടു ഈ വണ്ടി മുമ്പ് കണ്ടിട്ട്. എനിക്ക് തോന്നിയിരുന്നത് ഇവർ മാരകമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വരുന്നായിരുന്നു. പക്ഷേ ഇവർ ചെയ്ത കാര്യങ്ങൾ ടെക്നിക്കലായപ്പോൾ തന്നെ ഒരു പ്രോപ്പർ ഓഫ് റോഡർ വാങ്ങാൻ പോകുന്ന ആൾക്ക് വാങ്ങാൻ പറ്റും വേണ്ടിയിട്ട് ഈ ഒരു വണ്ടി മാറി. അന്ന് ലോ റേഞ്ച് ഉണ്ടോ സംശയം പറയായിരുന്നു ഗ്ലോസ്റ്ററിന്. സംശയമായിട്ട് പറയുന്നു, പിന്നെ കണ്ടുപിടിക്കേണ്ടി ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇപ്പോൾ അവരത് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞു ഇതൊരു പ്രോപ്പർ ഓഫ് റോഡറാണ്, ലോ റേഞ്ച് ഉണ്ട്, ഡിഫ്ലോക്ക് ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്ത് വേണേൽ കാണിച്ചു പറഞ്ഞിട്ട് ഓഫ് റോഡ് ഇവൻ്റ് ഇവർ കാണിച്ചു. അതായത് ഓഫ് റോഡ് ഓടിക്കാനല്ല വന്നത്, അവർ ഓടിച്ചപ്പോൾ നമ്മൾ അടുത്തിരിക്കുക ചെയ്തത്. എന്നാലും അതിൻ്റെ ഒരു ക്യാപ്പബിലിറ്റി കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ക്യാപ്പബിൾ വണ്ടിയാണ്.
എനി അതർ ബോഡി ഓൺ ഫ്രെയിം വണ്ടി. ഇതിന് കുറച്ചുകൂടി ഒരു ക്യാപ്പബിലിറ്റീസ് ഉണ്ട്. നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സംശയമാണ്. കാരണം 10-50 ലക്ഷം രൂപ കൊടുത്ത്, 50 ലക്ഷം ഞാൻ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ് കൊടുത്ത് വണ്ടി വാങ്ങിയിട്ട് റോഡിൽ നിന്ന് പുറത്തിറങ്ങുന്ന കാര്യം സംശയമാണ്. പക്ഷേ അപ്പോഴും ഡിഫൻഡറൊക്കെ ഓഫ് റോഡിൽ ആളുകൾ നമ്മൾ കണ്ടിട്ട്. ഓക്കെ, എന്തോട്ടെ, ഇതിന് വാട്ടർ വേഡിങ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതൊക്കെ ഇമ്പ്രസീവാണ്. ഫോർച്യൂണറിനേക്കാളും കുറച്ച് കൂടുതലാണ് ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്. വാട്ടർ വേഡിങ് കപ്പാസിറ്റി കുറച്ച് അധികം ഉണ്ട്. ഓക്കെ, പിന്നെ എൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് 3 സീറ്റിലിരുന്ന് യാത്ര ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഗ്ലോസ്റ്റർ മജസ്റ്റർ ആയപ്പോൾ ഈ വണ്ടിക്ക് ഒരു പൊട്ടൻഷ്യൽ ഞാൻ കാണുന്നുണ്ട്. കാരണം എൻഡവർ ഇല്ല, മഹീന്ദ്ര അൾട്രാ G4 ഇല്ല, ഒന്നുമില്ല. ഫോർച്യൂണർ ഒരു മോണോപോളിയായിട്ട് അധികാരനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ, ഒരു എതിരാളി വേണ്ടേ. ആ ഒരു എതിരാളിയായിട്ട് നമുക്ക് ഈ ഒരു ഗ്ലോസ്റ്ററിൻ്റെ മജസ്റ്ററിനെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. ഗ്ലോസ്റ്റർ മജസ്റ്ററായി വണ്ടി കാണാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? എൻജിൻ ഡീസൽ, ട്രാൻസ്മിഷൻ 8 സ്പീഡ് 80, LV3 മജസ്റ്റർ മെറ്റൽ ബ്ലാക്ക്. ഓക്കെ, ഈ വണ്ടിയുടെ പിന്നിൽ നമുക്ക് വെന്റിലേറ്റർ സീറ്റ് കാണാൻ പറ്റില്ല കേട്ടോ. മുന്നിൽ വെന്റിലേറ്റർ സീറ്റും മസാജ് സീറ്റും ഉണ്ട്. ഇവിടെ ഗ്ലോസ്റ്ററുമായിട്ട് കാര്യമായിട്ട് മാറ്റണമെന്ന് പറയില്ല. ഈ ചാരൊന്നുകൂടി ഒരു ചാരിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു വലിയ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ആംറസ്റ്റിൽ കപ്പ് ഹോൾഡർ കാണാം. 3 റോ ഉള്ള 6-7 സീറ്റുകളുടെ മോഡലാണല്ലോ മജസ്റ്റർ. ഇത് 6 സീറ്റില്ല, അത് 7 സീറ്ററാണ്. എന്നാലും പിന്നിലെ തേർഡ് റോ ഉണ്ടോ, തേർഡ് റോയിൽ ഇരിക്കാൻ പറ്റുന്നതാണ് ഗുണം എന്ന് പറയുന്നത്. അതായത് കാല് വയ്ക്കാൻ അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. തേർഡ് റോ യൂസ് ചെയ്യാവുന്നൊരു വണ്ടിയാണ് മജസ്റ്റർ അല്ലെങ്കിൽ ഗ്ലോസ്റ്റർ. അങ്ങനെ തന്നെ ആയിരുന്നു, അത് കാര്യമായിട്ട് കാണാം. പിന്നെ ഇതൊക്കെ ആക്സസറീസാണ്. സ്ക്രീനൊക്കെ ഇവിടെ AC കൺട്രോൾസും AC വെൻസും കാണുന്നുണ്ട്. ഞാൻ പറയുന്നതേ ഇത് 3 റോ AC അല്ലെങ്കിൽ 3 സോൺ AC ഉള്ള വണ്ടിയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ ഡോർ പാഡിൽ നമുക്ക് ഇൻസൈഡുകൾ കാണാം. ആ വലിയ ഒരു ഹോൾഡേഴ്സ് കാണാം, ഹാൻഡിൽ, ഈ ഇൻസൈറ്റുകളൊക്കെ തന്നെ കാണാൻ ഭംഗിയുണ്ട്. എന്തായാലും ചൈൽഡ് ലോക്ക് ഇടാനായിട്ട് കീ ഒന്നും വേണ്ട, നമുക്ക് കൈകൊണ്ട് തന്നെ ഇടാൻ പറ്റുന്നുണ്ട്. അത് കാര്യമായിട്ട് കാണാം. പിന്നെ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുള്ള വണ്ടിയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത വണ്ടി 7 സീറ്റർ, ഇത് 6 സീറ്റർ, പിന്നിൽ 2 ക്യാപ്റ്റൻ സീറ്റ്. പക്ഷേ അവിടെ ആ ഒരു വെന്റിലേറ്റർ സീറ്റ് ഇല്ല, അവിടെ വെന്റിലേഷൻ ഇല്ല അതിനകത്ത്. അത് മസാജിങ്ങും ഇല്ല. പിന്നിലിരിക്കുന്നവന് മസാജ് ചെയ്യണ്ട, മുന്നിലിരുന്ന് ചെയ്താൽ മതി. പിന്നെ സ്വാഭാവികമായിട്ടും വണ്ടി കയറും, സ്റ്റാർട്ട് ചെയ്യും, ഇൻഡിക്കേറ്റർ ഇടും. പക്ഷേ അത് ഡ്രൈവിലേക്ക് ഇടും. കാരണം ഇതിന് വലതുവശത്തെ സ്റ്റാക്കിൽ ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, പാർക്ക് മെഴ്സീസിൻ്റെ പോലത്തെ ലിവറാണ്. പക്ഷേ മെഴ്സീസിന് ഒരു ലിവർ കൂടി ഉണ്ടല്ലോ അല്ലേ, ഇതിനകത്തില്ല, അതിന് ഒറ്റ ലിവറേ ഉള്ളൂ. എനിക്ക് കൺഫ്യൂഷനാവും, ഉറപ്പാണ്. ആദ്യത്തെ 2 ഡ്രൈവിലും ഞാൻ ഇൻഡിക്കേറ്ററിനകത്ത് കീറി മാറും, ന്യൂട്രലേക്ക് ഇടും, ഉറപ്പാണ്, സംശയമൊന്നും വേണ്ട. ലെഫ്റ്റിലേക്ക് വേണമെങ്കിൽ ന്യൂട്രലേക്ക് ഇടും, വലത്തോട്ട് വേണമെങ്കിൽ വീഴില്ല, കാരണം റിവേഴ്സ് വരാൻ ചാൻസ് ഇല്ലല്ലോ. പിന്നെ പാഡ് ഷിഫ്റ്റേഴ്സിൻ്റെ ഒരു വലിപ്പം കൊള്ളാം. അതുപോലെ സ്റ്റിയറിംഗും ടിൽറ്റും റീച്ചുണ്ട്. ഈ സ്റ്റാക്കിൽ തന്നെയാണ് ഒരു ഹെഡ് ലാമ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വൈപ്പറിൻ്റെ ഒക്കെ കൊടുത്തേക്കെന്ന് തോന്നുന്നു. അതായത് വേറെ ഒന്നും കാണാനില്ല അതിനകത്ത്. ഓ ശരിയാണ്, ഇതിന് ഓട്ടോ ഡിമ്മി ചെയ്യുന്ന ഹെഡ്ലൈറ്റാണ്. അപ്പോൾ നമ്മൾ ഡിമ്മി ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല എന്ന്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇവിടെ തന്നെയാണ്. അപ്പോൾ MG ഒറ്റ സ്റ്റാക്കിൽ പണി തീർത്തു കണ്ടോ. വൈപ്പറും ഇൻഡിക്കേറ്ററും ഒക്കെ ഇതില്ല. ഇതേ ഒരു മിററും കാണാം, മിററിൽ 2 ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കൊള്ളാം, നൈസാണ്. സ്വിച്ചുകളൊക്കെ ഫിസിക്കലാണെന്നേ, അതായത് ഇങ്ങനെ സ്ലൈഡ് ഒന്നും വേണ്ട, ഞെക്കിയാൽ മതി. എനിക്ക് ഫിസിക്കൽ ഓട്ടോസ് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ആംഗിളിലാണ് ഇതിന് ഗ്ലോസ്റ്ററുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും പുലബന്ധങ്ങളും നമുക്ക് മനസ്സിലാവുക എന്നുള്ളതാണ്. ബാക്കിലെ ഗ്ലാസ് സ്പോയിലർ ഇറങ്ങി ഒരു ബാക്കിൻ്റെ ആ ഒരു അവസ്ഥ, സൈഡ് പ്രൊഫൈലെല്ലാം. അല്ലാത്ത ഒരു നോട്ടത്തിൽ ഒരു വണ്ടി പുതുതായിട്ട് കാണുന്ന ആൾക്ക് ഇത് ഗ്ലോസ്റ്റർ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, എന്തായാലും ഗ്ലോസ്റ്റർ മജസ്റ്ററായി. മജസ്റ്ററിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ടെക്നിക്കലാണ് കൂടുതൽ. ആ ടെക്നിക്കാലിറ്റിയിലേക്ക് വരാനായിട്ട് അവരിതാ ബോഡിയും അല്ലെങ്കിൽ ചാസിയും മാറ്റി വെച്ചിട്ടുള്ള ഒരു മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വണ്ടിയുടെ ശരിക്കുമുള്ള ബോഡി മുകളിലും താഴെ ആ ഒരു ഷാസിയുമായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടേക്ക് പോകാം. ഇത് ഒരു ബോഡി ഓൺ ഫ്രെയിം വണ്ടിയാണ്, എന്ന് വെച്ചാൽ ലാഡർ ഫ്രെയിം ഷാസിയുള്ള വണ്ടിയാണ്. അങ്ങനെ പറയുമ്പോൾ ഇതാണ് ഗ്ലോസ്റ്ററിൻ്റെ എൻജിൻ, ട്വിൻ ടർബോ എന്ന് എഴുതിയിട്ടുള്ള എൻജിനാണ്. ഇത് AC കണ്ടൻസർ, ഇത് നമ്മുടെ റേഡിയേറ്റർ, ഇത് സർപ്പൻ്റൈൻ ബെൽറ്റ്, ഇത് ആൾട്ടർനേറ്റർ, അത് എൻ്റെ ഫിൽറ്റർ. ഓക്കെ, ഇവിടെ ഫ്രണ്ട് സസ്പെൻഷൻ കാണാം. ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഡബിൾ വിഷ് ബോൺ ആണ്, 2 വിഷ് ബോണും ആ ഒരു കോയിൽ സ്പ്രിംഗ് കാണാം. ഇതാണ് വീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഗിയർ ബോക്സ്, ഈ വണ്ടിയുടെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ZF എന്ന് പറയുന്ന BMW ഗിയർ ബോക്സ് സപ്ലൈ ചെയ്യുന്ന അതേ കമ്പനിയുടെ ഗിയർ ബോക്സ് ആണ്. അതിൻ്റെ 8 എന്ന് പറയുന്ന ഗിയർ ബോക്സാണ്, ZF 8 ആണ്. ഇതായിരുന്നു ഗ്ലോസ്റ്ററിലെ ഏറ്റവും മോശമായിട്ട് ട്യൂൺ ചെയ്തൊരു അവസ്ഥ എന്ന് പറയുന്നത്. പുതിയ വണ്ടി വന്നപ്പോൾ എങ്ങനെ ഓടിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ആ കാണുന്നതാണ് ട്രാൻസ്ഫർ കേസ്. ട്രാൻസ്ഫർ കേസ് എന്ന് പറയുമ്പോൾ 4 വീലിലേക്കും പവർ കൊടുക്കാൻ ലോ റേഞ്ചിനും വേണ്ടിയിട്ടുള്ള സെക്കൻഡറി ഗിയർ ബോക്സ് എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. അതിന്ന് 2 പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഒന്ന് മുന്നിലെ ഡിഫറൻഷ്യലിലേക്കും ഒന്ന് ഇതേ പിന്നിലെ ഡിഫറൻഷ്യലിലേക്കും പോകുന്നുണ്ട്. ഓക്കെ, എന്താണ് ഡിഫറൻഷ്യൽ? സിമ്പിളാണ്. 2 വീലും ഒരേ വേഗതയിൽ കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് തിരിവുകൾ തിരിക്കുമ്പോഴൊക്കെ വണ്ടി തിരിഞ്ഞു പോകില്ല. നിങ്ങൾ ഗോക്കാർട്ട് ഓടിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ 2 വീലുകളുടെയും വേഗത ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു ഉപകരണമെന്ന് ഈ കാണുന്ന ഉണ്ടയെ പറയാം. നമ്മളിത് ജീപ്പിൽ കണ്ടിട്ടുണ്ട്, ലോറി കണ്ടിട്ട്, ബസ് കണ്ടുപോതാ, ഗ്ലോസ്റ്ററിലും കണ്ടിട്ട്. ഓക്കെ, ഇനി എന്താ അതിൻ്റെ ലോക്കെന്ന് പറയുന്നത്? ലോക്കെന്ന് പറയുമ്പോൾ ഈ 2 വീലുകളും ഡിഫറൻ്റ് ആയിട്ടുള്ള വേഗതയിൽ കറങ്ങാൻ പര്യാപ്തമാണെന്ന് പറയില്ലേ, ആ കഴിവിനെ ഇല്ലാണ്ടാക്കുകയാണ്.
രണ്ട് വീലും ഒരേ സ്പീഡിൽ കറങ്ങിയിട്ട് കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് പോരാൻ പറ്റും. അതല്ലെങ്കിൽ എന്താ സംഭവിക്കാറ്, ലോക്ക് അല്ലെങ്കിൽ ഓപ്പൺ ആണെങ്കിൽ ഏത് വീലിലാണോ ട്രാക്ഷൻ കുറവ് ആ വീലിലേക്കാണ് ഡിഫറൻഷ്യൽ കൂടുതൽ പവർ കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജാക്കി വെച്ച് വെക്കുക, പൊങ്ങി നിൽക്കുന്ന വീലേ കറങ്ങുള്ളൂ, ചളിയിൽ പൂണ്ടാൽ ഒരു സൈഡിൽ ട്രാക്ഷൻ ഇല്ലാത്ത വീലേ കറങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ടുള്ളതാണ് ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ റിജിഡ് ആക്സിലാണ്. റിജിഡ് ആക്സിൽ നമുക്ക് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻ കാണാം കേട്ടോ ഉള്ളിലൂടെ. ഇതാണ് വലിയ ഫ്യൂൽ ടാങ്ക് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇത് സെൻട്രൽ ഡിഫറൻഷ്യലുള്ളൊരു വണ്ടിയാണ്. ഇപ്പോൾ നമുക്ക് ഓഫ് റോഡറുകളെ രണ്ടായി തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് പാർട്ട് ടൈം ഓഫ് റോഡർ, ജിംനി, താർ, ഗൂർക്ക പോലെ. രണ്ടെന്ന് പറയുന്നത് ഫുൾ ടൈം 4 വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുന്ന വണ്ടികളാണ്. ഫോർ എക്സാമ്പിൾ എൻഡവർ, പഴയ ഫോർച്യൂണർ, ഇപ്പോൾ ഗ്ലോസ്റ്റർ. അപ്പോൾ ഇതിന് സെൻട്രലിലും ഡിഫറൻഷ്യലുണ്ട്. ഈ ഡിഫറൻഷ്യലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മുന്നിലും പിന്നിലും 50% വെച്ച് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പര്യാപ്തമാണ് ഈ ട്രാൻസ്ഫർ കേസ്. പക്ഷേ ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന സംഗതി അവിടെ വരുന്നത് 50 എന്നുള്ളത് 20% അല്ലെങ്കിൽ ബാക്കിൽ 50 എന്നുള്ളത് 10% ആക്കിയിട്ട് ആ ഡിസ്ട്രിബ്യൂഷനെ ആവശ്യത്തിനനുസരിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു സംഗതിയായിട്ടാണ്. ഇപ്പോൾ ഓൾ വീൽ ഡ്രൈവ് റോട്ടിലൂടെ ഓടിക്കാൻ പറ്റുന്നു, 4 വീൽ ഡ്രൈവ് റോട്ടിലൂടെ ഓടിക്കരുതെന്നും പറയുന്നത് ഡിഫറൻഷ്യൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ഡിഫറൻഷ്യൽ മാത്രമല്ല, ഇതിന് ഡിഫറൻഷ്യലിന് ലോക്കുമുണ്ട്. ഇപ്പോൾ മുന്നിലെ വീലുകളിലെയോ പിന്നിലെ വീലുകളിലെയോ മുഴുവനായിട്ടുള്ള ട്രാക്ഷൻ നഷ്ടപ്പെട്ടു വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 2 വീൽ എയറിലാണ് വിചാരിക്കുക, മുന്നിൽ 2 വീൽ എയറിലാണ്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ എന്ത് ചെയ്യും, ആ എയറിലുള്ള, അതായത് റെസിസ്റ്റൻസ് ഇല്ലാത്ത, ട്രാക്ഷൻ ഇല്ലാത്ത വീലിലേക്കാണ് പവർ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റക്കാവും, കാരണം 100% പവർ അവിടെയാണ്, ഊരി പോരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെൻട്രൽ ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്യണം. അങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ ഈക്വലായിട്ട് 50% പവർ മുന്നിലേക്കും പിന്നിലേക്കും വിഭജിക്കപ്പെടും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇങ്ങ് ഊരിപ്പോരാം. ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതൊന്നും കൂടി റിവൈൻഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതാണ് ബോഡി ഓൺ ഫ്രെയിം എന്ന് പറയുന്ന ഒരു നിർമ്മാണ രീതി എന്ന് പറയുന്നത്. എൻജിൻ ഗിയർ ബോക്സ് എന്ന് പറയുന്ന സംഗതികൾ, ട്രാൻസ്ഫർ കേസ്, പിന്നെ അതെ ഡിഫറൻഷ്യലുകൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഗ്ലോസ്റ്റർ മജസ്റ്ററായി, ഡിഫറൻഷ്യൽ ലോക്ക് 3 കൊടുത്തു. ഇത് ഒരു 40 ലക്ഷം രൂപയുടെ മുകളിൽ വരെയുള്ള ഒരു ഓഫ് റോഡ് ആയിരിക്കും. ആളുകൾ തീർത്ത് ഓഫ് റോഡ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ പറയണേ. എനിക്ക് തോന്നുന്നത് ഇതൊരു യൂസ് കേസ് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ 2 വീൽ ഡ്രൈവ് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു ഓപ്ഷൻസ് ആയിരിക്കും കൂടുതൽ ആളുകൾ മേടിക്കാൻ ചാൻസ്, വാങ്ങി ഓടിക്കാൻ ചാൻസ്. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിട്ടോ. അതായത് സാധാരണ ലോഞ്ച് പോലല്ല, നമ്മളല്ല ഓടിച്ചത്, അവരുടെ ഡ്രൈവേഴ്സാണ് ഓടിച്ചത്. എന്നാലും അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവരുണ്ടാക്കിയിട്ടുള്ള ട്രാക്കുകളുടെ ആംഗിളുകളും അതുപോലെ വലിയ ഇംഗ്ലൻസും ഒക്കെ ഉപയോഗിച്ചിട്ട് 3 ഡിഫ്ലോക്ക് ഉപയോഗിച്ച് അതെങ്ങനെ സിറ്റുവേഷൻസ് കടന്നു വരുന്നു എന്നുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അവർ പറഞ്ഞു തന്നിട്ടുള്ള ഡ്രൈവായിരുന്നു. ആക്ച്വലി ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കുറച്ച് എക്സ്ട്രീമാണ്. ഇപ്പോൾ നമുക്ക് ഓടിക്കാൻ തരാത്തതിൻ്റെ കാര്യം എനിക്ക് തോന്നിയത്, ഒരുപാട് ആളുകളുണ്ട് എന്ന് വെച്ചാൽ ഒരു പൂരത്തിനുള്ള ആൾക്കാർ ലോഞ്ച് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ പുതിയ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സും ഒക്കെ ഉണ്ട്. അവർക്ക് ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കാൻ കൊടുക്കുന്ന അത്ര ഒരു ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഗ്ലോസ്റ്ററിൻ്റെ ഒരു അവസ്ഥ അറിയാമല്ലോ, നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള കഥകളൊക്കെ അറിയാം. അതുപോലെ ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ടായാൽ പോലും അത് വണ്ടിയെ ബാധിക്കും. അതുകൊണ്ടായിരിക്കും അവർ പ്രൊഫഷണൽ ഓഫ് റോഡേഴ്സിനെ വെച്ചിട്ട് ഇത് നമുക്ക് കാണിച്ചു തന്നത്. ഈ വണ്ടി കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റും, പക്ഷേ നിങ്ങൾ കാണിക്കണ്ട, ഞങ്ങൾ കാണിക്കും, നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നത്. എനിവേ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ഇപ്പോൾ ആ വരുന്ന ഒരു വണ്ടിയാണ്, അത് നിങ്ങൾക്ക് കണ്ടോ, അത് അവിടെ തിരിഞ്ഞ് ഇറങ്ങുന്നത് കണ്ടോ, നല്ല രസമാണ്. പിന്നെ അതിനകത്ത് യാത്ര ചെയ്യാൻ രസമാണ്. അതായത് എനിക്ക് തോന്നുന്നു റൈഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലാണ് ഈ വണ്ടി എക്സൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫോർച്യൂണറിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഗ്ലോസ്റ്റർ നല്ല അത്യാവശ്യം നല്ല ഒരു റൈഡ് ക്വാളിറ്റിയുള്ള വണ്ടിയായിരുന്നു. സെഡഫൈറ്റിൻ്റെ പ്രശ്നം മാറ്റി നിർത്തിയാൽ വണ്ടിക്ക് വരുന്നത് പറയില്ല. ദേ ആ വരുന്ന വണ്ടി ഉണ്ടോ, അതാണ് നമ്മുടെ മജസ്റ്ററിൻ്റെ ഒരു സൈഡിംഗിൽ എന്ന് പറയുന്നത്. നെഗറ്റീവ് പോസിറ്റീവ് സൈഡിങ്ങിലാണ് നമുക്ക് മുകളിലും താഴ്ത്തിരിക്കാനുള്ള അവസരമുണ്ട്. ഞാൻ മുകളിലും താഴ്ത്തിരുന്നു. പിന്നെ ഇതൊക്കെ ഈ ചളിയിലൂടെ പോകുമ്പോൾ മഡ് മോഡിൻ്റെ അവസ്ഥ എന്താണ്, അത് കാണിക്കാൻ അവിടെ നിൽക്കുന്നത്. അവർ 3 ഡിഫ് ലോക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ഡിഫ് എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡിഫ് ലോക്ക് ചെയ്ത് ആ വണ്ടി സ്ട്രൈറ്റായി പോകാൻ പാടില്ല, അറിയാലോ, സ്റ്റീർ ചെയ്യാൻ പാടില്ല. കാരണം വെൽഡ് ചെയ്ത പോലെ ഇരിക്കുന്ന ഡിഫറൻഷ്യൽ വെച്ചിട്ട് വീല് ഇന്നർ വീലിന് വേറെ സ്പീഡിലും ഔട്ടർ വീലിന് വേറെ സ്പീഡിലും കറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ തീരുമ്പോൾ തിരിയാൻ വരുന്ന സമയത്ത് അവർ ഓഫ് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. അതുകൊണ്ട് തന്നെ ഈ ടേണിലും ഒന്നും അവർ അത് യൂസ് ചെയ്യില്ല. എന്നാലും മഡിൽ കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ വണ്ടി. അതായത് ഒരു ഫൺ ഇവൻ്റ് എന്ന നിലയ്ക്ക് നല്ല രസമായിരുന്നു ഈ ഓഫ് റോഡ് ഇവൻ്റ് എന്നുള്ളതാണ്. കണ്ടാ, അതായത് വണ്ടിയുടെ മഡ് മോഡാണേ. ഇപ്പോൾ സ്റ്റിയറിംഗ് വേറെ വഴിക്ക് പോകും, വീല് വേറെ വഴിക്കും, പക്ഷേ വണ്ടി അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യും കേട്ടോ. അതാണ് ചെയ്യുന്നത്, കണ്ടേ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അതാണ് മജസ്റ്ററിൻ്റെ അവസ്ഥ. ഡ്രൈവ് സേഫ്.